ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സമ്മർദ്ദം മറികടന്ന് ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണച്ച് കൂടുതൽ രാജ്യങ്ങൾ. UN പൊതുസഭയിൽ 142 രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്ന പ്രമേയത്തെ അനുകൂലിച്ചു. ഗസയിൽ അതേസമയം 59 പേർ കൂടി കൊല്ലപ്പെട്ടു. ഇതോടെ ഗസയിലെ മരണസംഖ്യ 64,756 ഈ ആഴ്ചയിൽ മാത്രം 500-ലേറെ ആക്രമണങ്ങളാണ് ഗസയിൽ നടന്നതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഗസയിൽ ഭീഷണിക്കിടയിലും ഗസയിൽ തങ്ങുന്ന ലക്ഷക്കണക്കിന് ഫലസ്തീനികളുടെ ജീവിതം അപകടത്തിലെന്ന് UN ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഈ സൂചിപ്പിച്ചതുപോലെ മരണസംഖ്യ ദിനം പ്രതി ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഈ ആഴ്ച മാത്രം 500 പേർ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ അതിനിടയിലും ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പിന്തുണച്ചുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത് വരികയാണല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണ പരമ്പരകളിലൂടെ തന്നെയാണ് ഇപ്പോൾ ഗസ സിറ്റി മുന്നോട്ട് പോകുന്നത്. കാരണം 10 ലക്ഷത്തിലധികം മനുഷ്യർ ഗസ സിറ്റിയിലുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ ആക്രമണം ഏറ്റവും ശക്തമായി തുടരുന്നത്. കാരണം പിന്നിട്ട ആഴ്ചകളിലൊക്കെ ഏറ്റവും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ പല തലങ്ങളിലായി തുടരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൻകിട കെട്ടിടങ്ങൾ, അതോടൊപ്പം തന്നെ താൽക്കാലിക താമസ കേന്ദ്രങ്ങൾ, ഇതൊക്കെയും ഇടിച്ച് നിരപ്പാക്കുന്നതിൻ്റെ അർത്ഥം എന്നത് ഇവിടെ നിന്ന് പൂർണ്ണമായിട്ടും ഈ പലസ്തീൻ ജനതയെ പുറന്തള്ളണം എന്ന കൃത്യമായിട്ടുള്ള വംശഹത്യ പദ്ധതി പ്രയോഗവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തെക്കൻ ഗസയിലെ മവാസി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് ആളുകളെ പൂർണ്ണമായിട്ട് ആട്ടിത്തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ടാണ് അടിസ്ഥാന സൗകര്യങ്ങൾ, ഇവിടേക്കുള്ള ഭക്ഷണവും വെള്ളവും മരുന്നും ഒക്കെ നിഷേധിക്കുകയും ആക്രമണം കൂടുതൽ വിപുലപ്പെടുത്തിക്കൊണ്ട് ഒരു കരയുദ്ധത്തിനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്താനാണ് ഇസ്രായേൽ നേതൃത്വം തുനിയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ ഗസ സിറ്റി തങ്ങൾ വിട്ടുപോവുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെ മരണത്തെ വരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോലും ഗസ സിറ്റിയിൽ തങ്ങുന്നത്. ഇതാണ് ഇസ്രായേലിനെ വലിയ തോതിൽ ഇപ്പോൾ ഒരു വിഭ്രാന്തിയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കാരണം വളരെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പും അവിടെ നിന്ന് സംഭവിക്കുന്നുണ്ട്. നിരവധി സൈനികർക്ക് ഇന്നും ഇന്നലെയുമായി നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ തങ്ങൾ ശക്തമായിട്ടുള്ള ആക്രമണത്തിലൂടെ വൈകാതെ തന്നെ ഗസ പിടിച്ചെടുക്കും എന്ന ആ ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇന്നും സൈനിക നേതൃത്വവും മറ്റും വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ സ്ഥിതിഗതികൾ വലിയ തോതിൽ തന്നെ ആപൽക്കരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കാരണം ഇത്രയും വരുന്ന ജനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ ഭക്ഷണമോ വെള്ളമോ നൽകാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യവും ഇപ്പോൾ ഇസ്രായേൽ തയ്യാറാകുന്നില്ല. അത് കൂടുതൽ മരണത്തിലേക്ക് നീക്കുമെന്ന, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം രൂപപ്പെടുമെന്നാണ് UN ഏജൻസികളും അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളുമൊക്കെ ഏറ്റവും അവസാനവും മുന്നറിയിപ്പ് നൽകുന്നത്. അമൃത. ശരി.